നീരുള്ള ഭാഗത്ത് 3 നേരം പുരട്ടി ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. കഴുകി കളയാനെ പിന്നെന്തിനാ പോരട്ടണേ? അങ്ങോട്ട് പറയണത് കേട്ടാ മതി. വെറുതെ അല്ല ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കിട്ടണത്. ഇനി അടി മേടിച്ച് ഇങ്ങോട്ട് വരണ്ട, പോയിക്കോ. വായില നാവ്. അടുത്ത ആള് വരൂ. മരുന്നെങ്ങാനും മാറിപ്പോയി എന്തെങ്കിലും സംഭവിച്ചാലേ ജയിലിൽ പോയിട്ട് വരും. ഓ, ഡോക്ടറും കമ്പൗണ്ടറും വന്നില്ല എന്ന് വെച്ച് ഡിസ്പെൻസറി അടച്ചിടാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ തന്നെ കൈകാര്യം ചെയ്യാന്ന് വെച്ചു. പിന്നെ ആയുർവേദ മരുന്നൊന്നും മാറിപ്പോയെന്ന് വെച്ച് ആരും ചത്തൊന്നും പോവില്ല. ഡോക്ടർ വന്നില്ലേ? വരാറായിട്ടുണ്ട്. അല്ല, ഞാൻ ഓർക്കുക, എന്തൊരു ചങ്കൂറ്റാ നിനക്ക്. ആ സുനിത കുഞ്ഞിനെ കയറി പ്രേമിച്ചിട്ട് മാധവൻകുട്ടിയുടെ മുമ്പിൽ വരാൻ ഒരു ചമ്മലും ഇല്ലേ? ദേ, പിന്നെ എല്ലാം പറഞ്ഞൊപ്പിച്ചത് ഞാനാ, അത് ഓർമ്മ വേണം. ആ, ഇരിക്കിരിക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോ വന്നു? ഞാനൊരു 8:55 വന്നപ്പോ. രവീന്ദ്രൻ എപ്പോ വന്നു? ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയതാ. ആ, രവീന്ദ്രൻ ഇരിക്കെ, ഞാൻ ഈ പേഷ്യൻസിനെ ഒന്ന് നോക്കട്ടെ. ചേട്ടാ, ഓരോരുത്തർ വിളിക്കേ. അല്ല, ഇതാരും ശോഭേച്ചിയോ? വരൂ വരൂ. എന്താ ഇങ്ങോട്ടൊക്കെ? ഞാൻ ഡോക്ടർ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. ആരാ മോളെ ഇത്? ഇത് ചേട്ടന്റെ ഒരു പേഷ്യന്റ് അമ്മേ, ശോഭ എന്നാ പേര്. ഡോക്ടറെ കാണലും ചികിത്സയൊക്കെ ആശുപത്രിയിലും പന്തുകളി മൈതാനത്ത് മതി, ഇവിടെ ഒന്നും വേണ്ട കേട്ടോ. എന്താ ഏട്ടാ ഇത്? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് അവനെ കാണാൻ വന്നതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ. നീ ബോഡി അവിടെ, നിനക്കെന്തറിയാം? എന്താ കാര്യമൊന്നും ദേ നിന്റെ ആ ശ്രീമന്തപുത്രനെ വിളിച്ച് ചോദിക്കാം, അവൻ പറയാം അത്യാവശ്യം എന്താന്ന്. മാധവൻകുട്ടി, ഒന്നിഞ്ഞു വന്നേ. എന്താമ്മേ? എന്തിനാണ് എന്നെ വിളിച്ചത്? ഏതായി പെൺകുട്ടി? നീ അറിയില്ലേ? നിന്റെ പേഷ്യന്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. എന്റെ പേഷ്യന്റോ? ഇങ്ങനൊരു പേഷ്യന്റിനെ ഞാൻ ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പെൺകുട്ടി എന്റെ ലൈഫിൽ കണ്ടതായിട്ട് പോലും ഞാൻ ഓർക്കുന്നില്ല. അല്ലേ? എടാ, ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ചെങ്കിലും കണ്ടതായിട്ട് ഓർക്കണ്ടോന്നൊന്ന് ആലോചിച്ചു. സാർ എത്ര പെട്ടെന്ന് തന്നെ മറന്നുപോയോ? ഇന്നലെ ഡിസ്പെൻസറിയിൽ വെച്ച് കണ്ടപ്പോ സാറല്ലേ പറഞ്ഞത് സാർ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്നുണ്ടെന്നു? എനിക്കൊരു ലിഫ്റ്റ് തരാമെന്നു. ഏത് തിരുവനന്തപുരം? എവിടത്തെ തിരുവനന്തപുരം? കുട്ടി എന്തായി പറയുന്നത്? മതിയാക്കടാ നിന്റെ പൊട്ടംകളി. ഭാഗീരഥി, നിന്റെ മരുമോളായിട്ട് വരാൻ പോകുന്ന പെണ്ണാ ഇത്. എടാ, നീ എന്നെ കൊരങ്ങളിപ്പിക്കായിരുന്നു അല്ലേ? ഏതായാലും നിന്റെ സെലക്ഷൻ കൊള്ളാൻ കേട്ടോ. മോളിഞ്ഞു വാ, വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് എനിക്കറിയില്ല. വേണ്ട, വല്ല 500,000 ആയിരുന്നെങ്കിൽ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചേനെ. ഇത് രൂപ 50,000. 50,000 പോട്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാവില്ല. സത്യമായിട്ട് രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. Then how it happened? താൻ എടുത്താലും ശരി ഇല്ലെങ്കിലും ശരി, നഷ്ടപ്പെട്ടു പോയ രൂപയ്ക്ക് യു ഹാവ് ടു ആൻസർ. ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പോലീസിനോട് പറഞ്ഞാൽ മതി. സാർ, രൂപ ഞാൻ എടുത്തിട്ടില്ല സാർ. പ്ലീസ് പ്ലീസ്. ഞാനൊരു ഫൂളല്ലാന്ന് തനിക്കറിയാമല്ലോ. 50,000 രൂപ പോയിട്ടും തനിക്കെതിരെ ഒരു ലീഗൽ ആക്ഷനും എടുക്കാത്തത് ആ നഷ്ടത്തിന് കാരണം താനായതുകൊണ്ട് മാത്രമാണ്. പിന്നെ സ്റ്റാമ്പ് പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ചത് ഒരു ഫോർമാലിറ്റി. ഇരിക്കെ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. തനിക്കും എനിക്കും ഇപ്പൊ ടെൻഷനാ. എനിക്ക് രൂപ പോയല്ലോ എന്ന ടെൻഷൻ, തനിക്കത് കളഞ്ഞല്ലോ എന്ന ടെൻഷൻ. നമുക്ക് 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്നാലും അല്ല, ഊട്ടിയിലോ മറ്റപ്പോ. സോറി സാർ, ഞാൻ വരില്ല. അറുത്തു മുറിച്ചുള്ളൊരു മറുപടി കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. എനിക്ക് കാര്യത്തിൽ ആലോചിക്കാനില്ല. ഞാൻ എങ്ങും വരില്ല. വെയിറ്റ്. ഒരു റീതിങ്കിങ് കൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും ഉണ്ടാവില്ല. തുടരുതന്നെ. തൊട്ടുകൂടായ്മയുടെ കാലമൊക്കെ എന്നേ പോയടി പെണ്ണേ.
ആരാടി ഭൂലോക രംഭയോ? രൂപ 50,000 നഷ്ടപ്പെട്ടത്. നീ ഒപ്പിട്ട് വന്ന് സ്റ്റാമ്പ് പേപ്പർ അവിടെ ഇരിപ്പുണ്ട്, അത് മറക്കണ്ട. ആ പേര് പറഞ്ഞ് താൻ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചെങ്കിൽ അത് നടക്കില്ല. തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. നീ എങ്ങോട്ടാ? ഞാൻ അവിടെ മരുന്ന് പോയിട്ട് വരാം. എന്ത് കാര്യത്തിന്? നമുക്ക് നാളെ തന്നെ പോലീസിൽ ഒരു കടലാസ് കൊടുക്കാം. കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ നാട്ടില്. പോലീസിലും കോടതിയിലൊക്കെ പോയാൽ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെ. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഡോക്ടറോ? എങ്ങനാ, സ്മോളോ ലാർജോ? സ്മോളിനും ലാർജിനും വേണ്ടി ഒന്നൊന്നുമല്ല. സുനിതയുടെ രാജിയാ. ഊട്ടിയിലും കൊടൈക്കനാലിലും തന്റെ കൂടെ സുഖവാസിന് ചുറ്റിക്കറങ്ങാനേ വേറെ ആളെ നോക്കണം. എന്റെ പെങ്ങളെ കിട്ടത്തില്ല. ജോലി തുടരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ സ്റ്റാഫുകൾക്ക് എപ്പോഴും ഉണ്ട്. രാജി സ്വീകരിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തി താനവളോട് എഴുതി വാങ്ങിയ സ്റ്റേറ്റ്മെന്റ് ഇല്ലേ, അതിനെടുക്ക്. സോറി മിസ്റ്റർ മാധവൻകുട്ടി, ഐ ഹാവ് എ ലോസ് ഓഫ് ₹50,000. ക്യാൻ യു ഗീവ് ഇറ്റ്? 50,000 ഒരു ചില്ലി കാശ് കിട്ടില്ല. എനിക്കങ്ങനെ എഴുതള്ളാൻ പറ്റില്ലല്ലോ. സോ ഐ എം ഗോയിങ് ടു ടേക്ക് ലീഗൽ സ്റ്റെപ്സ്. മോനെ, നീ തന്നെ പൈസ എടുത്ത് മാറ്റിയിട്ട് എന്റെ പെങ്ങളെ വീട്ടാമെന്ന് കരുതിയില്ല. എടുക്കണ സ്റ്റേറ്റ്മെന്റ് തന്നില്ല. നീ എന്താണ് പട്ടി? എന്താ ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നിട്ടും നിയമത്തിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയായി. അപ്പൊ തന്നെ വീടിനകത്തൊക്കെ കയറി നോക്കിയിരുന്നെങ്കിൽ വെടിവെച്ചവനെ പിടിക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്നും തോന്നിയില്ല. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്രമാദിത്യൻ കഥകളും യക്ഷിക്കഥകളും വായിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു എക്സറേഷന് ഇയാളുടെ കഥയ്ക്കും. സൂപ്പർ ഹിയർ. ഡേറ്റ് കൺഫേംഡ് ആണ്, 6th. അതെ, 6ാം തീയതി തിങ്കളാഴ്ച. ടൈം യൂഷ്വൽ ടൈം, 5:30 മോർണിംഗ്. ഓക്കെ. സാർ, മനഃപൂർവ്വം പറയാതിരുന്നതാണ്. മമ്മാലിയുടെ ദയാഹർജി തള്ളി 6ാം തീയതി കാലത്ത് തൂക്കിലേറ്റു.